ഹലോ, ഞാനിന്ന് ബ്യൂട്ടി പാർലർ വരെ പോവാട്ടോ. ഈ രണ്ടുപേരെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ലേഡി വൈറ്റ് ബ്യൂട്ടി പാർലറിലേക്കാട്ടോ. ഞാൻ 2021 ഫസ്റ്റ് ആയിട്ട് സ്മൂത്തനിങ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ റൂട്ട് ടച്ചപ്പ് ചെയ്യാൻ വരുന്നത് ഇവിടെ ആട്ടോ സ്ഥിരമായിട്ടും. ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിയുന്നത് നല്ലൊരു മൺസൂൺ ഓഫർ ഉണ്ട് എന്നുള്ള കാര്യം. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ. കോഴിക്കോടുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ജസ്റ്റ് നിങ്ങളും കൂടി അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കയറുവാണ് അങ്ങോട്ട്. എനിക്ക് ചെയ്യാനാണ് ആക്ച്വലി പോയത്, പക്ഷേ ഈ ഓഫർ കണ്ടപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും കൂടി ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ അവർ ലെയർ കട്ട് ചെയ്താലോ എന്നൊരു പ്ലാൻ ഇട്ടു. അപ്പോൾ റേറ്റ് വെച്ചപ്പോൾ 600 ആട്ടോ പറഞ്ഞത്. പിന്നെ ഹെയർ വാഷ് ഒക്കെ ചെയ്തു. ഫസ്റ്റ് ആര്യാണ് ഇരുന്നത്. ആര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലെങ്ത് അധികം കുറയ്ക്കാണ്ട് ലെയർ കട്ട് ചെയ്യാനായിരുന്നു. അപ്പോൾ ഡാമേജ് ആയിട്ടുള്ള ഹെയർസ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവർ കറക്റ്റ് നോക്കിയിട്ട് പറഞ്ഞു കൊടുത്തു. കട്ട് ചെയ്തു. ദെൻ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇനി സ്റ്റാഫ്, അതായത് ഹെയർ സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ നല്ല കമ്പനിയാണ്. ഹിന്ദി സംസാരിക്കാൻ അറിയില്ലെങ്കിലും നമുക്ക് മലയാളത്തിൽ അവരോട് സംസാരിക്കാം. അവർ നന്നായിട്ട് മലയാളം പഠിച്ചിട്ടുണ്ട്. അവർക്ക് മലയാളം കേട്ടാൽ മനസ്സിലാക്കും. ചെറുതായിട്ട് അവർ മലയാളം പറയും കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട. സ്മൂത്തനിങ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ടൈം എടുക്കുന്നുണ്ടല്ലോ. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് ബോർ അടിച്ചിട്ടില്ല. അവർ അത്രയ്ക്കും ഫ്രണ്ട്ലി ആണ്. നമുക്ക് നല്ല കമ്പനിയാണ്. നമുക്ക് ഒരിക്കലും ബോർ അടിക്കത്തില്ല. നമ്മുടെ ഒപ്പീനിയൻ കൂടി അവർ കൺസിഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഹെയർ കട്ട് ചെയ്യുമ്പോഴും അവർ നമ്മളുടെ ഒപ്പീനിയൻ കൂടി ചോദിക്കും. ഓക്കെ ആണോ, ഇങ്ങനെ കട്ട് ചെയ്ത കുഴപ്പമുണ്ടോ, ലെങ്ത് നോക്കൂ, അതൊക്കെ ചോദിക്കും. അപ്പൊ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. കാരണം ആരെ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു. വീട്ടിൽ നല്ലോണം ലെങ്ത് കുറച്ച് പോയാൽ ചീത്ത പറയുന്നൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. വീട്ടിൽ പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷെ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൾ ആകെ ഫ്രീ ആയി. അവരെല്ലാം കാര്യമായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ചോദിച്ചാണ് ചെയ്യുന്നതൊക്കെ. അപ്പൊ അവൾ ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ്. സത്യം പറഞ്ഞാൽ എനിക്ക് റൂട്ട് ടച്ചപ്പ് ചെയ്യാനാണ് വന്നത്. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്റെ ഹെയർ പല സ്ഥലത്തും പല രീതിയിലാണ് വളർന്നിരിക്കുന്നത്. ചിലയിടത്ത് വളർന്നു, ചിലയിടത്ത് വളർന്നില്ല. അങ്ങനെ ഇപ്പൊ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ ചെയ്യാം, ബട്ട് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു മാസം വെയിറ്റ് ചെയ്തിട്ട് വന്ന് റൂട്ട് ടച്ചപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ സജഷൻ ശരിയാണെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് വേണം പോകാൻ. ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് ഹെയർ കേളൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അതാ ഞാൻ വീണ്ടും ആര്യന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവൾ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗൈസ്. ആര്യയുടെ ഹെയർ അത്യാവശ്യം ലോങ് ആൻഡ് തിക്ക് ഹെയർ ആട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ട് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങള് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇതൊരു പ്രൊമോഷൻ വേണ്ടിയിട്ട് ഒരിക്കലും കാണണ്ട. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പോകാം, ചെയ്യാം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നമ്മളെന്തായാലും ഇവിടെ വന്നിട്ടാണ് ചെയ്യുന്നത്. ഇത് മൺസൂൺ ഓഫർ ആട്ടോ. അതിന്റെ ഓഫറും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റിൽ ഇട്ടേക്കാട്ടോ. അങ്ങനെ ഇത് ഹെയർ കട്ടൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഗൈസ്, ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി ബാക്ക് സൈഡ് എങ്ങനെ നോക്കാം. അങ്ങനെ നമ്മുടെ ഹെയർ കട്ട് സെറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. ലേഡി വൈറ്റ് ബ്യൂട്ടി സലൂൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫറോക്ക് ബസ് സ്റ്റാൻഡിലാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബിൽഡിംഗിൽ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ടുള്ളതാണ് വരുന്നത്. ഇതാണ് ലാസ്റ്റ് ലുക്ക്. നെക്സ്റ്റ് മാമിയുടെ ആണ്. മാമിയുടെ കുറച്ച് ഡീപ്പ് ലെയർ ആട്ടോ. ആരുടെ അവൾ ആഗ്രഹിച്ച പോലെ തന്നെ ലെങ്ത് കുറയ്ക്കാണ്ട് ലെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ.